PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന ടോപ്പിക്കിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ഹീമോസോയിൽ. മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി. ഇതിന് കാരണം ഹീമോസോയിൽ. അടുത്ത ചോദ്യം. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. HIV ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ്. അടുത്ത ചോദ്യം. പ്രസവശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം. ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA. ഉത്തരം ഓപ്ഷൻ എ, IgA. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും. അടുത്ത ചോദ്യം. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് HPV. ക്യാൻസറിനെ പ്രതിരോധിക്കാനായി 9 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് HPV. അടുത്ത ചോദ്യം. വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി. ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി, ഹൊറഗ്ലാനിസ് അബ്ദുൽ കലാമി, പാഞ്ചിയോ ഭുജിയ, എനിഗ്മജന്ന ഗൊല്ലം. ഇവയെല്ലാം വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകളാണ്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. 68ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെയാണ്? ഉത്തരം ഓപ്ഷൻ സി, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. അടുത്ത ചോദ്യം. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ ഏതാണ്? ഹീമോഫീലിയ. ചെറിയ മുറിവിൽ നിന്നു പോലും അമിതമായ രക്തനഷ്ടം ഉണ്ടാകുന്ന ജനിതക രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. അടുത്ത ചോദ്യം. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിൻ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, മലേറിയ. 5-ാം പനി, TB, കുഷ്ഠം ഇവയെല്ലാം വായുജന്യ രോഗങ്ങളാണ്. അടുത്ത ചോദ്യം. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏതാണ്? ആരോഗ്യകിരണം പദ്ധതി. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. ജനസൗഹൃദ ഔട്ട്പേഷ്യൻ്റ് സേവനങ്ങൾ PHSCകളെ FHSCകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ. ഇവ മൂന്നും ആർദ്രം മിഷനിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അടുത്ത ചോദ്യം. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ് കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി. അടുത്ത ചോദ്യം. എംഫീസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലീ രോഗമാണ്? ശ്വാസകോശം. ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലീ രോഗമാണ് എംഫീസീമ. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്?
മെലാട്ടോണിൻ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ. അടുത്ത ചോദ്യം, തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്? അയോഡിൻ. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതുവാണ് അയോഡിൻ. അടുത്ത ചോദ്യം, ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു. സൂര്യൻ്റെ അൾട്രാ വയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്? ജീവകം B3. ജീവകം B3യുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. അടുത്ത ചോദ്യം, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓവ്യൂൾ വിത്താകുന്നു. സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനമാണ് ഓവ്യൂൾ വിത്താകുന്നത്. അടുത്ത ചോദ്യം, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? ബോട്ടാനിക്കൽ ഗാർഡനുകൾ. എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ് ബോട്ടാനിക്കൽ ഗാർഡനുകൾ. ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ ഇവയെല്ലാം ഇൻസിറ്റു കൺസർവേഷന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗോൾഗി കോംപ്ലക്സ്. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഗ്ലോബുലിൻ. രക്തത്തിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ലിപ്പേസ്. കൊഴുപ്പിൻ്റെ ദഹനവുമായി ബന്ധപ്പെട്ടതാണ് ലിപ്പേസ്. പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ ഇവയെല്ലാം മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമുള്ളതാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിലെ അളവ് ക്രമീകരിക്കുന്നു. ഇത് ശരിയാണ്. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. മഴക്കാലത്തും തണുപ്പുകാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. ഇതും ശരിയായ പ്രസ്താവനയാണ്. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. ഇതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ 1ഉം 2ഉം ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസാണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. എയ്ഡ്സും നിപ്പയും വൈറസ് രോഗങ്ങളാണ്. ക്ഷയവും എലിപ്പനിയും ബാക്ടീരിയ രോഗങ്ങളാണ്. 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. ഡെങ്കിപ്പനിയും ചിക്കൻഗുനിയും വൈറസ് രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, ക്യൂണി കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരിയുത്തരം ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. ക്യൂണി കൾച്ചർ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. അടുത്ത ചോദ്യം, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്. പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. സിനാപ്സ് പേശീകോശത്തിനും ന്യൂറോണിനുമിടയിൽ കാണുന്നു. ഇത് ശരിയാണ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ഇതും ശരിയാണ്. ശരിയുത്തരം 2ഉം 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം,
അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. അടുത്ത ചോദ്യം. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണ്? വിജാഗിരി സന്ധി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. അടുത്ത ചോദ്യം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗമാണ് ട്രക്കിയ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗമാണ് ട്രക്കിയ. അടുത്ത ചോദ്യം. ഒരു ഭാഗത്ത് ജീവികളെയും തന്നിട്ടുണ്ട്, മറുഭാഗത്ത് അവയുടെ ശാസ്ത്രീയ നാമവും തന്നിട്ടുണ്ട്. ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? ശരി ഉത്തരം ഓപ്ഷൻ ബി 1 ഉം 3 ജോഡികൾ ശരിയാണ്. പൂച്ചയുടെ ശാസ്ത്രനാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ്. കാക്കയുടെ ശാസ്ത്രനാമമാണ് കോർവസ് പ്ലൻഡൻസ്. ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ഒരു ഭാഗത്ത് ജീവികളെയും തന്നിട്ടുണ്ട്, മറുഭാഗത്ത് ഹൃദയ അറകളും തന്നിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരി ഉത്തരം ഓപ്ഷൻ സി. പാറ്റയുടെ ഹൃദയത്തിന് 13 അറകളാണുള്ളത്. പല്ലിയുടെ ഹൃദയത്തിന് 3 അറകളാണുള്ളത്. പക്ഷികളുടെ ഹൃദയത്തിന് 4 അറകളും മത്സ്യങ്ങളുടെ ഹൃദയത്തിന് 2 അറകളാണുള്ളത്. ശരി ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത്. അടുത്ത ചോദ്യം. സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഹരിത. മുക്തി, അനഘ, അക്ഷയ ഇവയെല്ലാം സങ്കര ഇനം തക്കാളികളാണ്. അടുത്ത ചോദ്യം. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സൂപ്പർ ബഗുകൾ. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് സൂപ്പർ ബഗുകൾ എന്ന പേരിലാണ്. അടുത്ത ചോദ്യം. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ലൈസോസൈം. കണ്ണുകളെ അണുബാധകളിൽ നിന്നും സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ലൈസോസൈം. അടുത്ത ചോദ്യം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? വേദനയുമായി ബന്ധപ്പെട്ടതാണ്. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം വേദനയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? യുറാസിൽ. DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ആണ് യുറാസിൽ. അടുത്ത ചോദ്യം. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 29. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 29-നാണ്. അനേറോബിക് ശ്വസനം നടക്കുന്നത് ഏതിലാണ്? ബാക്ടീരിയകളിലാണ് അനേറോബിക് ശ്വസനം നടക്കുന്നത്. അടുത്ത ചോദ്യം. RBCയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. RBCയിലെ വർണ്ണകമാണ് ഹീമോഗ്ലോബിൻ. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. അടുത്ത ചോദ്യം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് അറിയപ്പെടുന്നത് ടെറ്റനി എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അടുത്ത ചോദ്യം. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? എംഫിസീമ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് എംഫിസീമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃത സഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃത സഞ്ജീവനി. അടുത്ത ചോദ്യം. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര ഇവയെല്ലാം തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ്. അടുത്ത ചോദ്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. അടുത്ത ചോദ്യം. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക്. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22-നാണ്. അടുത്ത ചോദ്യം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അടുത്ത ചോദ്യം. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ. ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്ന പോഷക ഘടകമാണ് പ്രോട്ടീൻ അഥവാ മാംസ്യം. അടുത്ത ചോദ്യം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അടുത്ത ചോദ്യം. ഏത് സൂക്ഷ്മജീവിയാണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്? ഫംഗസ്. ഫംഗസുകളാണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗമുണ്ടാക്കുന്നത്. അടുത്ത ചോദ്യം. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോ ഏതാണ്? നീലവൃത്തം. പ്രമേഹ രോഗ ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ലോഗോയാണ് നീലവൃത്തം. അടുത്ത ചോദ്യം. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളിൽ ഒന്നാണ് ഗ്ലൂക്കഗോൺ. മറ്റൊന്ന് ഏതാണ്? ഇൻസുലിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന 2 ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശ രോഗം ഏതാണ്? എംഫീസീമ. എംഫീസീമ ഒരു ശ്വാസകോശ രോഗമാണ്. അടുത്ത ചോദ്യം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകത എന്താണ്? മൂത്രത്തിലൂടെ അധിക ജലനഷ്ടം. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന അവസ്ഥയുടെ പ്രത്യേകതയാണ് മൂത്രത്തിലൂടെയുള്ള അധിക ജലനഷ്ടം. അടുത്ത ചോദ്യം. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? എലിപ്പനി. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് എലിപ്പനി. അടുത്ത ചോദ്യം. ഏത് രോഗത്തിനെ തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്? ക്ഷയരോഗം തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്. ക്ഷയരോഗം തടയാനാണ് BCG വാക്സിൻ എടുക്കുന്നത്. അടുത്ത ചോദ്യം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി കേരള സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം പദ്ധതി. അടുത്ത ചോദ്യം. ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസ് ഏതാണ്? വാരിസെല്ല സോസ്റ്റർ വൈറസ്. ചിക്കൻ പോക്സ് രോഗം ഉണ്ടാക്കുന്ന വൈറസാണ് വാരിസെല്ല സോസ്റ്റർ വൈറസ്. അടുത്ത ചോദ്യം. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്രപ്രകാശത്തിൽ വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങളാണ് കോൺ കോശങ്ങൾ. അടുത്ത ചോദ്യം. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? അൾഡോസ്റ്റിറോൺ. ഉപ്പ് നിലനിർത്തൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ. അടുത്ത ചോദ്യം. രക്തത്തിലെ ഏത് ഘടകം അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്? ത്രോംബോസൈറ്റ്സ്. രക്തത്തിലെ ത്രോംബോസൈറ്റ്സ് അനാരോഗ്യകരമായ അളവിലേക്ക് താഴുമ്പോഴാണ് അനിയന്ത്രിതമായ രക്തസ്രാവം ഉണ്ടാകുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും ഏത് അന്താരാഷ്ട്ര സംഘടനയാണ്? IUCN. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നതും പരിപാലിക്കുന്നതും IUCN എന്ന അന്താരാഷ്ട്ര സംഘടനയാണ്. അടുത്ത ചോദ്യം. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരൻ ആരാണ്?
എഡ്വേർഡ് വിൽസൺ. ബയോഡൈവേഴ്സിറ്റി എന്ന പദം പ്രചാരത്തിലാക്കിയ ജീവശാസ്ത്രകാരനാണ് എഡ്വേർഡ് വിൽസൺ. അടുത്ത ചോദ്യം. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ ഏതാണ്? മോസ്ക്യുറിക്സ്. 2021 മലേറിയ തടയുന്നതിനായി ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിനാണ് മോസ്ക്യുറിക്സ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വാക്സിനേഷൻ വഴി തടയാൻ കഴിയാത്ത രോഗം ഏതാണ്? ബെറിബറി. റാബീസ്, ടൈഫോയിഡ്, അഞ്ചാം പനി ഇവയെല്ലാം വാക്സിനേഷൻ വഴി തടയാൻ കഴിയുന്ന രോഗങ്ങളാണ്. ബെറിബറി എന്നത് ജീവകങ്ങളുടെ അപര്യാപ്തത രോഗമാണ്. അടുത്ത ചോദ്യം. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ പേര് എന്താണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായ ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വിളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ പേരാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അടുത്ത ചോദ്യം. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരളിൽ എത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, കരൾ. മലേറിയ രോഗകാരിയായ പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം കരളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഭവന പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFCN2O. അടുത്ത ചോദ്യം. IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക എന്നതാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ചോദ്യം. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് ഫെയ്സി. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരനാണ് ഡോക്ടർ എസ് ഫെയ്സി. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.